ഈശ്വര വലിയ ഇതുവരെ പജാമുണ്ട്. മാനേജർ വായി നല്ലോണം കേൾക്കേണ്ടി വരുമല്ലോ ഭഗവാനെ. കുറേ ദിവസം ലീവാക്കി ഇന്ന് ആദ്യമായിട്ട് വരുന്ന ദിവസമാണ്. ഒരു ജോലി ഉണ്ടായിട്ടാണ് 10 ദിവസം ലീവ് എടുക്കുന്നത്. അത് മനസ്സിലാവല്ലോ പകരം വേണ്ട, എന്തിനി നമ്മളെ പണി കളയണ്ട. ഗുഡ് മോർണിംഗ്. ഉണ്ണിമാഷേ, നമ്മൾ നമ്മുടെ സ്കൂളിൽ ക്ലാസ് തുടങ്ങിയിട്ട് ഇന്നേക്ക് എത്ര ദിവസമായി? ഏകദേശം ഒരാഴ്ചയായിട്ടുണ്ടാവൂലേ? ഉണ്ടാവില്ലേ എന്നോടാ ചോദിക്കുന്നത്? ഉണ്ടാവും അല്ലേ? 3-ാം തീയതി തുടങ്ങിയതല്ലേ? 3-ാം തീയതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ കാര്യം പൈന അയച്ചിട്ടാകുമ്പോൾ അത് കയറ് പൊടിച്ചൊരു കറ്റപ്പാച്ചല്. പിന്നെ അതിനെ പിടിച്ചോണ്ടിട്ട് കെട്ടിയിട്ട് വേണം സാറേ ഞാൻ ഇങ്ങോട്ട് വരാൻ. അങ്ങനെ വൈദ്യുതി പോയില്ലേ. പിന്നെ 4-ാം തീയതി ഞാൻ വളരെ കൃത്യമായി വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് ഇറങ്ങിയതാണ്. ഇറങ്ങലും എൻ്റെ മുമ്പിൽ ഒരു കരിക്കട്ട പോലത്തെ കണ്ടം പൂച്ച ഒരൊറ്റ ചാട്ടം. സാറിന് അറിയാലോ, പൂച്ച മുറിയെ ചാടിയാൽ ആപത്താണ്. അതുകൊണ്ട് ഏടി പോകാണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു. സാറിന് ഇനി നാളെ എന്നെ കാണണ്ടല്ലേ. 5-ാം തീയതിൻ്റെ കാര്യം അത് ഞാൻ പറഞ്ഞിട്ടാ. എൻ്റെ തെറ്റ്, എനിക്ക് ആകെ ഒരു തെറ്റ് പറ്റി സാറേ. സത്യം പറയാലോ സാറേ, 5-ാം തീയതി ഒരു മരണം. ആരാ മരിച്ചത്? ആരോ മരിച്ചു. ഉണ്ണിമാഷേ, ഓ അവിടെ ഇരിക്കൂ. അവിടെ ഇരിക്കൂന്ന്. താങ്ക് യു സാർ. ഇത് കുട്ടികളുടെ അറ്റൻഡൻസ് രജിസ്റ്റർ അല്ലേ? അതെ സാറേ. അതൊന്ന് തുറക്കൂ. അതില് വിഭീഷ് ഉണ്ടാവും. വിഭീഷ്? വിഭീഷ് ഉണ്ട് സാർ. ഉണ്ടോ? ആ. ഈ വിഭീഷ് എത്ര ദിവസം ക്ലാസ്സിൽ വന്നിട്ടുണ്ടോ നോക്കൂ. അവൻ എന്നെക്കാളും കഷ്ടമാണല്ല. ആകെ 2 ദിവസമേ വന്നിട്ടു. 4 ദിവസം ആബ്സെന്റ്, ഞാൻ 3. 4 ദിവസമായിട്ട് ഈ കുട്ടി ക്ലാസ്സിൽ വരാത്തത് എന്താന്ന് നിങ്ങൾ അധ്യാപകർ ആരെങ്കിലും അന്വേഷിച്ചോ? അന്വേഷിക്കണ്ടേ? അന്വേഷിക്കണ്ടേന്ന്. അന്വേഷിക്കണല്ലോ. വരൂ. ടീച്ചർ അവിടെ ഇരിക്കും. ടീച്ചറെ, ഞാൻ ടീച്ചറോട് വരാൻ പറഞ്ഞിട്ട് കുറച്ച് നേരമായി. ഞാൻ ടൈം ടേബിൾ ശരിയാക്കായിരുന്നു സാർ. നിങ്ങൾ ഇവിടെ ടൈം ടേബിളൊക്കെ ശരിയായിക്കൊണ്ടിരുന്നാൽ മതിയോ? മര്യാദയ്ക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ? ഓ, അപ്പൊ അതാണ് കാര്യം. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു സാർ ജയലക്ഷ്മി ടീച്ചർ എനിക്കിട്ട് പണി വെക്കുന്നത്. എന്ത് സാർ, ഞാൻ ഞായറാഴ്ച തോറും എൻ്റെ വീട്ടിൽ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അവൾക്ക് അതിൻ്റെ കുശുമ്പാണ് എന്നോട്. ഞാൻ ക്ലാസ്സിൽ പിള്ളേരെ പഠിപ്പിക്കാൻ കയറിയ അവൾ എൻ്റെ അടുത്ത് പറയും ഞാൻ പിള്ളേരെ ക്യാൻവാസ് ചെയ്യാൻ കയറിയതാണ്. എന്താണിത്? വാട്ട്സ് ഹാപ്പനിങ് വിത്ത് എ ഫീമെയിൽ? ഐ നോ ഹൂ ഷീ ഈസ്. അതെ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിപ്പിച്ചത്. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാല് അത് ഞാൻ എന്റെ കാര്യം പറയട്ടെ, എന്നിട്ട് നിങ്ങൾ അതിന് മറുപടി. സാർ എന്ത് സമാധാനത്തിൽ പറയുന്നത്? അതിന് മറുപടി പറയൂ. ഈ വിഭീഷ് എന്ന് പറയുന്ന കുട്ടി മാഷയുടെ ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്? അതെ. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറുമാണ് അല്ലേ? 4 ദിവസമായിട്ട് ഈ കുട്ടി ക്ലാസ്സിൽ വരുന്നില്ല. എന്താ കാര്യം എന്ന് നിങ്ങൾ അധ്യാപകർ ആരെങ്കിലും അന്വേഷിച്ചോ? ഇത് നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നു. നേരത്തെ പറഞ്ഞ ഈ വിഭീഷ് എന്ന് പറഞ്ഞ കുട്ടിക്ക് ഒരു വസ്തു അറിയില്ല. 2ന്റെ ഗുണദോഷം ചെല്ല്. അല്ല, നിന്നല്ല സാറല്ല, ഞാൻ പറഞ്ഞ ഓനോട് ചൊല്ലാൻ പറഞ്ഞു. ഓൻ 2ന്റെ പോയിട്ട് 1ന്റെ പോലും അറിയില്ല. ഒരു കണക്കറിയില്ല. കൂട്ടാനല്ല, ഗുണിക്കാനല്ല, ഹരിക്കാനല്ല, ഒരു വസ്തുവിനറിയില്ല. ഓനെ ഒരു അനുസരണക്കേട് നമ്മൾ കുർത്തക്കേട്. ഒന്നും ഓന് പറ്റൂല. ഓന് ഞാൻ പറയുന്നത് അറിയാം. ഓനെ മാറ്റിയിട്ട് നമുക്ക് വിജയ ശതമാനം കൂട്ടാം. എന്തായാലും തോക്കും. തലകൊത്തി മറിഞ്ഞാലും ഓൻ ജയിക്കൂല. അവന് കണക്കിന് മാർക്കുണ്ടല്ലോ. കണക്കിന് മാർക്കുണ്ടോ? പിന്നില്ലേ? പക്ഷെ അവൻ ഇംഗ്ലീഷിൽ പോരാ സാർ. അവൻ ക്ലാസ്സിൽ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അതാണ് ആ കുട്ടിയുടെ പ്രശ്നം. അതാണ് കുട്ടികൾക്ക് ബോറടിക്കുന്ന രീതിയിൽ ക്ലാസ് എടുത്താൽ ഇങ്ങനെ തന്നെയാണ് ടീച്ചറെ. അവരെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരണം. അവർക്ക് ആസ്വാദ്യമാവുന്ന രീതിയിൽ നല്ല കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വേണം ക്ലാസ് എടുക്കാൻ. എന്തേ കണക്കിന് എന്ത് കഥയാണ് സാറേ പറയുന്നത്? അതെ, ഒരു കുട്ടി ഒരു ദിവസം വന്നില്ല, 2ാമത്തെ ദിവസം വന്നില്ല, 3ാമത്തെ ദിവസം വന്നില്ലെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ട് എന്ത് വേണം? പ്രിൻസിപ്പലിനോട് കാര്യം പറയണ്ടേ? ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? കാരണം വിഭീഷ് ഇല്ല സമയത്ത് ഞാൻ ഉണ്ടാവില്ല, ഞാനില്ല സമയത്ത് വിഭീഷ് ഉണ്ടാവില്ല. അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്റെ പൊന്നു മാഷ, ഞാൻ നിങ്ങളോടല്ല പറഞ്ഞത്, ടീച്ചറോട് പറഞ്ഞതാണ്. സാർ, അവൻ ക്ലാസ്സിലിരുന്നാലും പുറത്തിരുന്നാലും ഒരുപോലെ തന്നെയാണ്. ഫുൾ ടൈം സ്വപ്നം കാണലാണ് സാർ. സോ ഇറ്റ്സ് സെയിം.